യോ വാട്സപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. സോറി ഗൈസ്, ആരെങ്കിലും വീഡിയോ കാണുന്ന എല്ലാവരും നെട്ടിയെങ്കിൽ സോറി. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പിസ്സ കോസ്റ്റ്യൂം മാറ്റി നമ്മളിത് എടേ കാർ ഷോറൂമാ, കാർ ഫോർ സെയിൽ. ഈ കാറൊക്കെ കൊള്ളാടേ. എനിക്കിഷ്ടപ്പെട്ട്. നമ്മുടെ കയ്യിലിപ്പോൾ എത്ര രൂപയുണ്ട്? ഇവിടെ മോൺസ്റ്ററൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. നമുക്കത് ഈ വണ്ടി ഒന്ന് നോക്കാം. 200 രൂപയ്ക്ക് സ്കൂട്ടർ തുടങ്ങുന്നു, പക്ഷേ 300 രൂപയ്ക്ക് 400 കൊള്ളാം. നൈസ്. 45 രൂപയുള്ളൂ. അപ്പോൾ സോറി മച്ചു, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. നിങ്ങളെ കണ്ടപ്പോഴേ തോന്നി നിങ്ങളൊരു ധനികനാണെന്ന്. എടേ, നീയൊക്കെ എന്നെ ധനികനെന്ന് വിളിച്ചില്ലേ? നിനക്കൊക്കെ ഇട്ട് പണിയും തരുന്നു ഞാൻ. നീയൊക്കെ എന്നെ കൂടി ഒരു ദിവസം ധനികനെന്ന് വിളിച്ചെങ്കിൽ ഒരു ദിവസം റിച്ച് പേഴ്സൺ എന്ന് വിളിക്കും. കണ്ടാ മതി ചേട്ടാ, കിടന്ന് വാചകം അടിക്കില്ലേ. മോൺസ്റ്റർ ട്രക്കിലൊന്ന് ചെളി പിടിപ്പിക്കില്ലേ. കാറൊക്കെ വില കൂടിയതാണ്. 400 രൂപയുടെ കാറാണ്. കൈ നട്ടിട്ട് പോടോ. ഡേയ് നീ സംസാരം കൂടുന്നു. പിസ്സാമാൻ്റെ കോസ്റ്റ്യൂം ആയതുകൊണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മളൊരു ഹോസ്പിറ്റലിൽ ജോലി തേടി പോകാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്നൊരു കാറൊക്കെ വാങ്ങണം. ഹോസ്പിറ്റലിൽ ഒരു ദിവസം സെയിൽ ചെയ്താൽ തന്നെ, അല്ല, ഒരു ദിവസം നമ്മൾ ജോലി ചെയ്താൽ തന്നെ 50 രൂപ. എത്രയുടെ കിട്ടണേ? 500 രൂപ, അല്ല 50 രൂപ എങ്ങാണ്ട് കിട്ടും. അത്രയും മതി. ഒരു 6 പ്രാവശ്യം കണ്ട് ചെയ്യുമ്പോൾ തന്നെ 400 രൂപ കിട്ടും. നമുക്ക് അത്ര മതി. ഇവിടെ സ്കൂട്ടർ ഫ്രീ ആടാ. 200 രൂപയ്ക്ക് സ്കൂട്ടർ വേണ്ട, നമുക്കിവിടെ സ്കൂട്ടർ ഫ്രീ ആണ്. ആടിക്കളിക്കാനല്ല സ്കൂട്ടർ. കൊള്ളാം ഞാൻ ഈ സ്കൂട്ടർ. ഇതെന്ത് സ്കൂട്ടറാടാ? ആടിക്കളിക്കണ വേണ്ട. ആടു പാമ്പേ ആടാടു. പെട്രോൾ തീർന്ന ഇല്ലേ? ATM ഇവിടെ എന്തൊക്കെ ഉണ്ട് ഗൈസ്? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവന്മാരെന്താ ഇങ്ങനെ? എന്റെ കടയിൽ 10 വർഷം കഴിഞ്ഞ ആള് വരണേ. ഇത് 10 വർഷമുള്ള പ്രൊഡക്റ്റാ. താങ്ക് യു ഫോർ കമ്മിങ്. 10 വർഷമായി ഇവിടുത്തെ സാധനങ്ങളൊക്കെ. എക്സ്പയറി ഡേറ്റ് എല്ലാം ചുമന്നിരിക്കണ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോവാം. 10 വർഷം എന്നുള്ള കടയിൽ ആരൊക്കെ വന്നിട്ട്? നമ്മളാണ് 10 വർഷം കഴിഞ്ഞിട്ട് വന്നത്. മൈ ഗോഡ്, കേരളക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ പിസ്സ മാനായിരുന്നപ്പോൾ നമ്മൾ പിസ്സ ഉണ്ട്. നമ്മുടെ എന്തത് പുരിയൊന്നും എനിക്ക് വേണ്ട. നമ്മളാണെങ്കിൽ അന്ന് നമ്മുടെ പിസ്സയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരെ മഴയാണല്ലോ. എന്തായാലും ഹോസ്പിറ്റലിൽ വരാമെന്നില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കയറാം, മഴ തന്നെ അതിരിക്കും. അപ്പോൾ നമ്മൾ പിസ്സയും കൊണ്ട് അന്ന് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യാൻ വന്നായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ മറ്റേ പിസ്സ മാൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ചേച്ചി എന്താ? ഹായ് ദേർ. നിങ്ങളെ കാണാൻ ഒരു ആംബുലൻസ് ഡ്രൈവർ പോലെ ഉണ്ടല്ലോ. കം ആൻഡ് ഹെൽപ്പ്. സഹായിക്കൂ. എന്ത് സഹായം ഉദ്ദേശിച്ചേ? ഞാൻ ഒരു പിസ്സ ഡ്രൈവറാണ് കേട്ടോ. ഞാൻ അത്രക്കാരനായിട്ട് വിചാരിക്കണ്ട. ആംബുലൻസ് ഡ്രൈവർ, എമർജൻസി റെസ്പോൺസ്, ടേക്ക് ആംബുലൻസ് ആൻഡ് ഫൈൻഡ് ദ പേഷ്യൻ്റ്. ആംബുലൻസ് എടുത്തിട്ട് നേരെ പേഷ്യൻറ്റിനെ നെഞ്ചത്തോട്ട് കയറ്റി ലോഡ് ദ പേഷ്യൻ്റ് ആൻഡ് പ്രസ് ദ ബട്ടൺ. ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ, അതിൽ കുത്തണമല്ലേ. അപ്പോൾ ടേക്ക് ദ പേഷ്യൻ്റ് ടു ദ ഹോസ്പിറ്റൽ. വിക്ടറി. അക്സെപ്റ്റഡ്. അല്ല, അങ്ങനെ എന്താണ്, എനിക്കത് വായിലങ്ങനെ വരൂല. ഐ ആം വെരി പുവർ ഗൈസ്, സോറി. ഇപ്പോൾ ഗൈസ്, നമ്മൾ ആംബുലൻസ് എടുത്ത് നേരെ നമ്മുടെ ഇയാളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. പേഷ്യൻ്റ് അതെ ആരോ മാർക്ക് കാണിച്ച്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറേ F1 കാറുകൾ ഇറങ്ങും. ഫ്യൂച്ചർ 1 അല്ലേ ഇവിടെ? ഫോർമുല 1 അങ്ങനെയാണ് അതിൻ്റെ പറയുന്നതിൽ. സോറി, നമ്മളത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം. തീ പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ചാനൽ. അപ്പോൾ നമുക്ക് ഇയാളെ തന്നെ ഇപ്പോൾ ആദ്യത്തെ കസ്റ്റമർ. ഇയാളുടെ വണ്ടി തീ പിടിച്ചു. ഇയാളെ നോക്കണേ, ഇയാളുടെ ഷർട്ടൊക്കെ തീ പിടിച്ച്. അല്ല, ഷർട്ടൊന്നും പറ്റിയില്ല. ഒരു ഗേളാണ് കേട്ടോ ഇത്. ഇവരെ കൊണ്ട് തീക്കകത്ത് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയാണത്? ഇവിടെ ഡോർ തുറക്കുള്ളല്ലോ ഗൈസ്. ബട്ടൺ ഉണ്ടായിരുന്നല്ലേ, ഞാൻ മറന്നു കിട്ടാ. സോറി ഗൈസ്. ഇതാ ബട്ടൺ കുത്തി. അപ്പോൾ നമുക്ക് ഇയാളെ കയറ്റാം. ഇവിടെ 1 മിനിറ്റ് ലെഫ്റ്റോളോ, പെട്ടെന്ന് കയറാം. ഇയാളൊക്കെ എന്താ ഇത്? നമുക്ക് ഇന്ന് ആൾക്കാരെ ഹെലികോപ്റ്ററിലൊക്കെ സേവ് ചെയ്യാം. അങ്ങനെ കിടക്ക് ഇപ്പോൾ. അയ്യോ, ബട്ടൺ അടയ്ക്കാൻ മറന്നു. ബട്ടൺ അടച്ചില്ലെങ്കിൽ ഇപ്പോൾ ആൾ പറന്നു പോയേനെ ഗൈസ്. ഓക്കേ, സീൻ. നമ്മൾ പൊളി റൈഡറാണ്. സൂപ്പർ MK5 ഓടിക്കണമെന്ന് തോന്നണം.
അത്രയും സ്പീഡാണ്. സൗണ്ട് ഇത് ഭയങ്കര ഇതാണ്, പക്ഷെ ഞാൻ കേൾപ്പിക്കുന്നില്ല. കാരണം എൻ്റെ അതിൻ്റെ അകത്ത് സൗണ്ടിൻ്റെ ഇതില്ല, മൈക്രോഫോൺ കണക്റ്റഡ് ആണ്, പക്ഷേ സൗണ്ടിൻ്റെ അതില്ല ഗൈസ്. സോറി ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ സ്റ്റംബിൾ ഗൈസ് കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തണ്ടർ XT എന്ന് പറയുന്ന എൻ്റെ സ്റ്റംബിൾ ഗൈസിൻ്റെ അകത്ത് ഫ്രണ്ടാക്കി വയ്ക്കുക പ്ലീസ് ഗൈസ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെക്സിറ്റി കളിക്കുന്നുണ്ടെങ്കിൽ ഫ്ലെക്സിറ്റിക്കകത്ത് ഫ്രണ്ടാക്കാം. തണ്ടർ ഗെയിമിംഗ് എന്നാണ് പേര്. അപ്പോൾ ഫ്രണ്ടാക്കുക ഗൈസിനെ. ഓക്കെ, ഞങ്ങൾക്ക് 50 രൂപ കിട്ടി. 50 രൂപ അൺലോക്ക് ഹോസ്പിറ്റൽ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പോകണം ഔട്ട്ഫിറ്റ് മാറ്റണമെങ്കിൽ. കാരണം നമ്മൾ ഔട്ട്ഫിറ്റ് വീട്ടിൻ്റെ അകത്തു നിന്നാണ് എപ്പോഴും മാറ്റണം. നമ്മുടെ ഈ പൈസ കിട്ടി, ഇനി നമുക്ക് പൈസ എടുത്ത് വയ്ക്കാം. ഓ മൈ ഗാഡ്, ബാങ്കിൻ്റെ അകത്തിട്ട് നമുക്ക് 95 രൂപ കിട്ടി ഇപ്പോൾ ടോട്ടൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. നമ്മുടെ വന്ന സ്കൂട്ടർ വിടറ താടാ കിടക്കണ്, പെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണുണ്ട് എൻ്റെ സ്കൂട്ടർ. സൈക്കിള സീൻ അജിനറിവില്ലേ അരിക്കിട്ട സൊല്ല്. ചേട്ടാ, എന്നെ വണ്ടിയിൽ നിന്ന് പെട്രോൾ കയറുന്നത് കൊണ്ട് ചേട്ടൻ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യോ? പിന്നെന്താ മോനെ, അതിനല്ലേ ചേട്ടൻ നിൽക്കുന്നത്? ചേട്ടൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടാക്കാം. ഇതല്ലേ നിന്റെ വീട്? ചേട്ടാ ഇത് തന്നെ. താങ്ക്സ് ചേട്ടാ, പൊക്കോ. ഓക്കെ, നമ്മളെ ചേട്ടൻ വീട്ടിൽ കൊണ്ടാക്കി ഡ്രോപ്പ് ചെയ്തു. അമ്മ ഐ ആം ബാക്ക്. എടാ മടയാ, പോയി ഗെയിം കളിക്കാതെ പോയി വല്ല ജോലിയും ചെയ്യണം. അമ്മ ഞാൻ പിസ്സ ഹട്ടിയൊക്കെ പോയി, എന്നിട്ട് മടുത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ഞാൻ. അത് കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ CPയുടെ ചില സമയത്ത് നെറ്റ് ഇതാകുമ്പോൾ ഒച്ചയാണ്. നിങ്ങളത് അങ്ങനെ അധികം കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം 100 ഇത്രയും പൈസയായി. ഇപ്പോൾ ഹോസ്പിറ്റൽ ഔട്ട്ഫിറ്റ് അയ്യേ വെറും വാഴ ഡ്രസ്സായി ഗൈസ്. ഞാൻ കുറച്ച് പേരെയൊക്കെ ഒന്ന് രക്ഷിച്ചിട്ട് വരാം. അപ്പം നിങ്ങളതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. നമുക്ക് കാർ വാങ്ങാൻ പൈസയൊക്കെ ആയിട്ട് വരാം. ഫൈനലി നമ്മൾ കുറേ പേരെ രക്ഷിച്ച് നമ്മളിപ്പോൾ ഹെലികോപ്റ്ററിലെ ആൾക്കാരെയൊക്കെ രക്ഷിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഹെലികോപ്റ്ററിൽ ഇതുവരെ ഒരു യൂട്യൂബറും ചെയ്ത് കാണില്ല, ഞാനായിരിക്കും ആദ്യമായിട്ട്. നമ്മളിത് ഇവിടെ കുന്നിൻ്റെ ഒക്കെ എന്താണ് ആക്സിഡൻറ്റ് കാണാൻ പറ്റില്ല ഗൈസ്. ഗെയിമിൽ ഓടാവണേ ഉള്ളൂ. കാണുന്നുണ്ട് ഒരു കാറല്ലേ കിടക്കണേ. ഇവിടെ വല്ല സ്റ്റണ്ട് റേസും ചെയ്തായിരിക്കും പാവം. ആൾക്കാരൊക്കെ ആലോചിക്കുന്നുണ്ടോ ഹെലികോപ്റ്ററിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വരണമെന്ന്. ഇയാളുടെ പൊക്കത്തൊന്ന് ആസിഡാ, ആസിഡ് എന്തോ വീണ കേട്ടോ. ഓക്കെ ഗെയ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ വുബ്ലി ലൈഫിൽ എവിടെയോ ഇതുണ്ടെന്നൊക്കെ പറയാനായിട്ട് ഗെയ്സ്. ഞാൻ ട്രഷറൊക്കെ ഉണ്ടെന്ന് ഒരു അമ്മാമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ ഇടയ്ക്ക് എനിക്കൊരു ബാഡ് കമൻറ്റ് വന്നു. ബാഡ് എന്തോ അങ്ങനെ പറഞ്ഞ ഏതൊരു ചെക്കൻ എനിക്ക് കമൻറ്റ് ഇട്ടു. ബാഡ് എന്തോ ബാറ്റോ എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ മറ്റേ വീഡിയോയ്ക്ക്, നമ്മുടെ മിസ്റ്റർ മീറ്റിൻ്റെ. അതിന് ബാഡ് ബാറ്റ് എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണില്ലെങ്കിൽ ഒന്ന് കാണുക. എന്നിട്ട് എന്നെ കുറച്ച് ഫയറൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞ് ഫയറൊക്കെ സീനല്ലേ. നമ്മൾ ചുമ്മാ റോട്ടിൽ കൂടെ പോണ വള്ളികളെയൊക്കെ പിടിച്ച് തലയിലിടും. അതാണ് എൻ്റെ പരിപാടി. ഫ്രീ ആയിട്ട് ഇത് ഇറക്കി തന്നൂടാ. കുഴപ്പമില്ല, ആരും കണ്ടില്ല എന്ന് തോന്നണേ. അപ്പോൾ നമുക്ക് ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാറ് വാങ്ങേണ്ട പൈസയായി. നമുക്ക് കാറ് വാങ്ങാൻ പോവാം. ലെറ്റ്സ് ഗോ. തിരുമ്പ വന്നിട്ടാന്ന് ചൊല്ലുക. പെണ്ണിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഓർക്കും. ഇതെന്താ പെണ്ണിനെ അവരാണിരിക്കണം, നേരത്തെ ഇവിടെ പെണ്ണായിരുന്നില്ല. ഇവന് എന്തോ മോട്ടോസാ. ഇവനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പച്ച കൂളിംഗ് ഗ്ലാസും അല്ല പച്ചയിലും നീല. എന്തായാലും നമുക്ക് വന്ന കാര്യം നടത്താം, വണ്ടി വേണം. അപ്പോൾ ഇതിന് 400, നമുക്ക് 400 നമ്മൾ 500 വല്ല വണ്ടിയും വാങ്ങുക. സീനല്ലേ. 450 ട്രാക്ടറോ? എന്തിനാടാ ഈ ട്രാക്ടറൊക്കെ വാങ്ങിയിട്ട് കാര്യം? 550 ഇത്രയും ഓടാ. 600 രൂപയ്ക്ക് ജീപ്പ് എനിക്കിഷ്ടപ്പെട്ട്. ജീപ്പ് തന്നെ അങ്ങ് വാങ്ങിയാലോ? സീൻ കേട്ടോ. എനിക്ക് ആ ജീപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഗൈസ്. ജീപ്പ് എവിടെറാ ജീപ്പിനെ കാണാനില്ലല്ലോ മച്ചാനെ. അതേ അങ്ങറ്റത്ത് കിടക്കണ ജീപ്പല്ലേ ആ കിടക്കണ. ഓ മൈ ഗാഡ്, മൈ ജീപ്പ്. നാളെടാ നിന്നെ കാണാൻ വേണ്ടി കാത്തിരുന്ന്
താങ്ക്സ് ഗോഡ്. ഓഡ്നസ്സായിരിക്കും എനിക്ക് വണ്ടി തന്നത്. അപ്പോൾ നിൽക്കുന്ന റാം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വരാം. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. എന്തായാലും ഇവിടെ നിന്ന് എടുത്തല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ലെറ്റ്സ് ഗോ സീൻ. എടാ ഗ്ലാസ് പൊട്ടിയല്ല, ഫുള്ള് പോയാ എഞ്ചിൻ സ്റ്റാർട്ടാവുള്ള. എടാ റിവേഴ്സ് എടുക്കാൻ പറ്റും. എടുത്ത് വണ്ടിയും വാങ്ങി വണ്ടി കൊണ്ട് തുലയ്ക്കുകയും ചെയ്ത്. ഇപ്പോൾ ഇന്നത്തെ നമ്മളെ മണ്ടത്തരം വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന പേഷ്യൻ്റ് ഇതാ പോണ്. ഡേ പോവല്ലേടേ, എനിക്ക് നീ പൈസ ഉണ്ടാക്കണം ജീപ്പ് വാങ്ങാൻ, എന്നിട്ട് അതിനെ കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യോട. ഇറങ്ങണ തീ പിടിച്ച് പൊട്ടി. നമുക്കൊന്നും പറ്റിയില്ല, പേഷ്യൻറ്റിനെ പറ്റിയതല്ല. ഓക്കെ, പേഷ്യൻറ്റിനെ ഒന്ന് ഉരുട്ടിക്കൊണ്ടുപോകാം നമുക്ക് വീട്ടിലോട്ട്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി എല്ലാവരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നോക്കി. അപ്പോൾ എന്താ പറയാനാ ഗൈസ്, മോർ സപ്പോർട്ടിന് വേണ്ടിയല്ലോ ലൈക്ക് ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം എവരിവൺ. ഡോണ്ട് ഫോർഗെറ്റ് ഫോർ സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.